പ്രൈസ് ദി ലോർഡ്. ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ഞാൻ എൻ്റെ സ്നേഹവന്ദനങ്ങൾ അറിയിക്കുന്നു. ഇന്ന് അല്പം നേരത്തെ ചിന്തയ്ക്കായിട്ട് എബ്രായ ലേഖനം 11-ാം അധ്യായം അതിൻ്റെ 1, 2, 3 വാക്യങ്ങൾ. ഹീബ്രൂസ് ചാപ്റ്റർ 11 വേഴ്സസ് 1-3. വിശ്വാസം എന്നതോ ആശിക്കുന്നതിൻ്റെ ഉറപ്പും കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയവും ആകുന്നു. അതിനാലല്ലോ പൂർവന്മാർക്ക് സാക്ഷ്യം ലഭിച്ചത്. ഈ കാണുന്ന ലോകത്തിന് ദൃശ്യമായതല്ല കാരണമെന്ന് വരുമാറ് ലോകം ദൈവത്തിൻ്റെ വചനത്താൽ നിർമ്മിക്കപ്പെട്ടു എന്ന് നാം വിശ്വാസത്താൽ അറിയുന്നു. പ്രൈസ് ദി ലോർഡ്. ഫ്രാൻസിസ് ഷാൻ എന്ന് പറഞ്ഞ വേദപണ്ഡിതന് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്: ട്രൂ ഫെയ്ത്ത് മീൻസ് ഹോൾഡിംഗ് നത്തിങ് ബാക്ക്. It means putting every hope in God's fidelity to His promises. പ്രിയമക്കളെ, സത്യമായ വിശ്വാസമെന്ന് പറഞ്ഞാൽ ഒന്നും പിടിച്ചു വെക്കത്തില്ല. മുഴുവൻ പ്രത്യാശയും ദൈവം തൻ്റെ പ്രോമിസസ് നമുക്ക് ചെയ്തു തരുമെന്നുള്ള ആ ഒരു ഉറപ്പിൽ നിൽക്കുന്നതാണ്. ഈ ഹാവിങ് ഫെയ്ത്ത്, ആ ഐഡിയ ഉണ്ടല്ലോ, അത് നമ്മൾ എപ്പോഴും കേൾക്കുന്ന എനിക്ക് നല്ല വിശ്വാസമാണ്, അല്ല അവർക്ക് നല്ല വിശ്വാസമാണ്. നമ്മുടെ കൾച്ചർ തന്നെ നമ്മോട് പറയുന്നത് ചില പ്രോബ്ലത്തിന് നമുക്കൊരു സൊല്യൂഷനും ഒരു പ്രശ്നപരിഹാരവും കാണാതിരിക്കുമ്പോൾ നമ്മൾ മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കും, ജസ്റ്റ് ഹാവ് ഫെയ്ത്ത്, വിശ്വാസത്തോടെ ഇരിക്കുന്നേ, നടക്കുമെന്നേ, വിശ്വാസത്തോടെ ഇരിക്കുക. ഞാനൊരു കാര്യം പറയട്ടെ, ഞാൻ വിശ്വസിക്കുന്നൊരു കാര്യം പറയട്ടെ. നമ്മുടെ വിശ്വാസം ദൈവവുമായിട്ടുള്ള നമ്മുടെ ആ നടപ്പിന് ഒരു അടിസ്ഥാനമിടുന്നതാണ്. ഒരു ആന്തരികമായും ബാഹ്യമായും ആക്ഷനില്ലാത്ത ഒരു വിശ്വാസം, അതിൽ കൊണ്ട് നാം ഒന്നും പ്രാപിക്കാൻ പോകുന്നില്ല. നമുക്ക് വെറുതെ പറയാം ഐ ഹാവ് ഫെയ്ത്ത്. പക്ഷേ നമ്മുടെ ഹൃദയവും നമ്മുടെ പ്രാണനും ആ സ്റ്റേറ്റ്മെൻറ്റിനെ ബാക്കപ്പ് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ എന്തോ അതിനകത്തെ നല്ല കാര്യം. ഫെയ്ത്ത് ഈസ് എ ലിവിങ് ബോൾഡ് ട്രസ്റ്റ് ഇൻ ഗോഡ്സ് ഗ്രേസ്. ദൈവകൃപയിലുള്ള ധൈര്യത്തോടു കൂടിയുള്ള ഒരാശ്രയം അത് നമുക്കുണ്ടോ? നമുക്ക് ദൈവമുണ്ട്, അതുകൊണ്ട് അവൻ നമുക്ക് വേണ്ടി പ്രവർത്തിക്കുമെന്നുള്ള വിശ്വാസം. നമ്മൾ തിരുവചനത്തിലേക്ക് നോക്കുകയാണെങ്കിൽ പീറ്റർ എന്ന പേരുള്ളൊരു മനുഷ്യൻ ഫെയ്ത്തിൻ്റെ ഇനീഷ്യേഷനെക്കുറിച്ചൊരു വണ്ടർഫുൾ ഉദാഹരണം തരുന്നുണ്ട്. കുട്ടിത്വമായിട്ടുള്ള പ്രവൃത്തികളൊക്കെ പത്രോസിനുണ്ടായിരുന്നു. പക്ഷേ അവനൊരു ഫെയ്ത്ത്ഫുൾ സെർവൻ്റായിരുന്നു. യേശുവിനെ അവൻ ഒത്തിരി സ്നേഹിച്ചവനാണ്. മത്തായിയുടെ സുവിശേഷം 14-ാം അധ്യായം അതിൻ്റെ 25 മുതൽ 29 വരെയുള്ള വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ, അവൻ കടലിന്മേൽ നടക്കുന്നത് കണ്ടിട്ട് ശിഷ്യന്മാർ ഭ്രമിച്ചു. അവൻ വന്നാൽ യേശു അതൊരു ഭൂതമെന്ന് പറഞ്ഞ് പേടിച്ച് നിലവിളിച്ചു. ഉടനെ യേശു അവരോട്, ധൈര്യപ്പെടുവീൻ, ഞാനാകുന്നു, പേടിക്കേണ്ട എന്ന് പറഞ്ഞു. അതിന് പത്രോസ്, കർത്താവേ, നീ ആകുന്നുവെങ്കിൽ ഞാൻ വെള്ളത്തിന്മീതെ നിൻ്റെ അടുക്ക വരേണ്ടതിന് കൽപ്പിക്കണമെന്ന് പറഞ്ഞു. വരിക എന്ന് അവൻ പറഞ്ഞു. പത്രോസ് പടകിൽ നിന്ന് ഉറങ്ങി യേശുവിൻ്റെ അടുക്കൽ ചെല്ലുവാൻ വെള്ളത്തിന്മേൽ നടന്നു. പത്രോസിൻ്റെ വിശ്വാസത്തെക്കുറിച്ച്, ദൈവത്തിലുള്ള ആശ്രയത്തെക്കുറിച്ചുള്ളൊരു മനോഹര പിക്ചറാണ് നമ്മളവിടെ കാണുന്നത്. അതായത് ആന്തരികമായിട്ട് പുറമെയായിട്ടും പത്രോസിന് ഒരവസരം കൊടുത്തു. എന്തിനാ? അവൻ്റെ വിശ്വാസമൊന്ന് ഇനീഷ്യേറ്റ് ചെയ്യാൻ. എങ്ങനെ? ആ സേഫ്റ്റിയും കംഫോർട്ടും ഒക്കെയുള്ള ആ ബോട്ടിൽ നിന്ന് ഒന്ന് സ്റ്റെപ്പ് ഔട്ട് ചെയ്യാൻ, ഒന്ന് പുറത്തേക്ക് വെള്ളത്തിലേക്കൊന്ന് ഇറങ്ങാൻ. എന്നാൽ ഇരുണ്ടുകൂടി ഒഴുകി വരുന്ന ആ ഓളങ്ങളുടെ മധ്യത്തിൽ പീറ്റർ വിശ്വാസത്തിൻ്റെ ഒരു സ്റ്റെപ്പ് എടുത്തു. കാരണം അവൻ്റെ അൾട്ടിമേറ്റ് ഗോള് ജീസസ് അതായിരുന്നു. അവൻ്റെ അടുക്കൽ എനിക്ക് ചെല്ലണം. നമുക്കൊക്കെ ഈസി ആയിട്ട് പീറ്ററിനെ കളിയാക്കാൻ പറ്റും. പക്ഷെ നമ്മൾ വാസ്തവത്തിൽ നമ്മോട് തന്നെ സത്യസന്ധതയുള്ളവരാണെങ്കിൽ
ഇതുപോലെ ബോട്ടിൽ നിന്ന് വെള്ളത്തിലേക്ക് കാല് പോലും കുത്താനായിട്ട് എനിക്കാരെയും കാണാൻ പറ്റത്തില്ലായിരിക്കും. ഞാനും കാണത്തില്ല. ചില സമയത്ത് ഹാവിങ് ഫെയ്ത്ത് മീൻസ് എൻഗേജിങ് ഇൻ സംതിങ് സോ ബോൾഡ് ദാറ്റ് യു വിൽ എൻഡ് അപ്പ് ലുക്കിംഗ് സ്റ്റുപ്പിഡ് ഇഫ് ജീസസ് ഡസൻറ്റ് കം ത്രൂ. റിയാലിറ്റി എന്താണെന്ന് വെച്ചാൽ നമുക്കെല്ലാവർക്കും വെള്ളത്തിൻ്റെ മുകളിൽ കൂടി നടക്കാൻ ഇഷ്ടമാണ്. പക്ഷേ ബോട്ടിൽ നിന്നൊന്ന് ഇറങ്ങാൻ നമുക്ക് ഇഷ്ടമില്ല. നമ്മുടെ വിശ്വാസത്തെ നമുക്കൊന്ന് ഇനീഷ്യേറ്റ് ചെയ്യാമേ. ബോട്ടിൽ നിന്ന് ഇറങ്ങാൻ സമയമായി ദൈവപൈതലേ. വിശ്വാസമെന്ന് പറയുന്നത് നമ്മുടെ ഹൃദയത്തിൻ്റെ ഒരു കാഴ്ചപ്പാടാണ്. ആ കാഴ്ചപ്പാട് എന്തായിരിക്കും എന്നറിയാമോ? ഏറ്റവും ഇരുണ്ട സമയത്ത് പോലും ദൈവമുണ്ട്. ഏറ്റവും പ്രകാശമേറിയ ദിവസവും ദൈവം നമുക്ക് തൻ്റെ സാന്നിധ്യം തരും. പീറ്റർ അത്ര പെർഫെക്റ്റ് ഒന്നും അല്ലായിരിക്കാം. ഞാൻ പറയട്ടെ, പീറ്റർ യേശുവിനെ തള്ളിപ്പറഞ്ഞു നമുക്കറിയാം. 3 പ്രാവശ്യം തള്ളിപ്പറഞ്ഞു. ഒരു പ്രാവശ്യം ചോദിക്കുന്നു, നീ ആ മനുഷ്യൻ്റെ കൂടെ നടന്ന വ്യക്തിയല്ലായിരുന്നോ? അവൻ പറഞ്ഞു നോ. നല്ല സോണിയായിട്ടങ്ങ് പറഞ്ഞു നോ. അങ്ങനെ ദൈവത്തോട് കൂടെ നടന്ന പത്രോസ് വെള്ളത്തിൻ്റെ മീതെ നടന്നു പോയപ്പോഴും അവൻ താണു പോകാതെ പൊക്കിയെടുത്ത പത്രോസ്, അവൻ്റെ വിശ്വാസം വേവർ ചെയ്തപ്പോഴും കൈവിടാത്ത യേശുവിനെ തള്ളി പറഞ്ഞു. പക്ഷെ അവൻ്റെ സ്റ്റോറി അവിടെ കൊണ്ട് തീർന്നില്ലല്ലോ. പീറ്റർ ഹല്ലേലൂയ അവനെ തല കീഴാക്കി തൂക്കിക്കൊന്നു എന്നാണ് പറയുന്നത്. യേശുവിന് വേണ്ടി ഒരു ധീര പടയാളിയായി താൻ തൻ്റെ ജീവൻ ബലിയർപ്പിച്ചു. നമുക്ക് ഓണാക്കാൻ പറ്റുന്ന ഒരു ഫയർ ഹോസ് ഒന്നുമല്ല ഫെയ്ത്ത്. എന്നിട്ട് ഓണാക്കിയിട്ട് ഭയങ്കര ഫുൾ ബ്ലാസ്റ്റിൽ അതിനെ അങ്ങോട്ട് അടിച്ചാൽ അതാണ് ഫെയ്ത്ത്. അത് പെട്ടെന്നൊന്നും ഉണ്ടാകത്തില്ല. ഫെയ്ത്തിന് വിശ്വാസം വരും. ഫെയ്ത്ത് വേവർ ചെയ്യും. ചിലപ്പോൾ നമ്മുടെ ഫെയ്ത്ത് കുലുങ്ങിപ്പോവും. ചിലർ അത് ഫെയ്ത്തിൽ ശക്തിപ്പെട്ടിരിക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. ഞാൻ പറയട്ടെ, പത്രോസ് ആ കൊടുങ്കാറ്റുള്ള സമയത്ത് വെള്ളത്തിലോട്ട് ഇറങ്ങിയെങ്കിലും യേശുവിനെ അവൻ തള്ളിപ്പറഞ്ഞു. അവൻ്റെ വിശ്വാസത്തെ അവൻ കൊന്നുകളഞ്ഞു. ഞാൻ പറയട്ടെ, ദൈവം നമുക്ക് തന്ന വിശ്വാസത്തെ നമുക്ക് മുറുകെ പിടിക്കാൻ കഴിയണം. വിശ്വാസത്തോടെ അതിനെ മുറുകെ പിടിച്ചുകൊണ്ട്, ദൈവം നമ്മളോട് കൽപ്പിച്ചിട്ടുള്ളതിനെ മുറുകെ പിടിച്ചുകൊണ്ട് അതിന് തക്കവണ്ണം ആക്ട് ചെയ്യാനായിട്ട് കഴിയണം. അൾട്ടിമേറ്റ്ലി ഹിയറിംഗ് ദ വേർഡ് ഇനീഷ്യേറ്റ്സ് ഫെയ്ത്ത്. വചനം സംസാരിക്കണമെന്നാണ്. വാക്യങ്ങൾ നമ്മൾ സംസാരിക്കണമെന്ന്. വാക്യങ്ങൾ നാം ഉരുവിട്ടാൽ അത് നമ്മുടെ ഫെയ്ത്തിനെ ആക്ടിവേറ്റ് ചെയ്യും. ആ വേർഡ് നമ്മളിങ്ങനെ പറയുമ്പോൾ അത് നമ്മുടെ ഫെയ്ത്തിനെ ഡെമോൺസ്ട്രേറ്റ് ചെയ്യും. ഞാൻ ചോദിക്കട്ടെ, ദൈവത്തിലെ നിൻ്റെ വിശ്വാസം എങ്ങനെയായിരിക്കുന്നു? എലിസബത്ത് എലിയട്ട് ഇങ്ങനെ പറയുന്നുണ്ട്, ദൈവം ദൈവമാണ്, അവൻ ദൈവമായതുകൊണ്ട് ഞാൻ അവനെ അനുസരിക്കേണ്ടതും ആശ്രയിക്കേണ്ടതും ആവശ്യമാണ്. എനിക്ക് ഒരിടത്തും റെസ്റ്റ് കിട്ടത്തില്ല. അവൻ്റെ സ്വർഗീയമായിട്ടുള്ള വിശുദ്ധഹിതം അത് ഞാൻ അനുസരിച്ചെങ്കിൽ മാത്രമേ, അതിനനുസരിച്ച് ഞാൻ പോയെങ്കിൽ മാത്രമേ എൻ്റെ ജീവിതത്തിൽ എനിക്കൊരു സ്വസ്ഥത കിട്ടത്തുള്ളൂ. ഞാൻ പറയട്ടെ, നമ്മൾ കേട്ടിട്ടുള്ളൊരു ഫ്രേസാണല്ലോ, ലീവ് ലൈക്ക് ജീസസ്. അതിൻ്റെ അർത്ഥം, ബിലീവേഴ്സാണെന്ന് നമ്മൾ സാധാരണ കേൾക്കുന്ന ഈ വാക്കിൻ്റെ അർത്ഥം എന്താ? അതായത് നമ്മുടെ ജീവിതം ക്രിസ്തുവിനെ റേഡിയേറ്റ് ചെയ്യുന്നതാണോ, അതോ നാം നമ്മുടെ ഫ്ലഷി ഡിസയേഴ്സൊക്കെ അബാൻഡൻ ചെയ്തിട്ട് ക്രൂശ് എടുത്ത്, ക്രൂശ് എന്തുവാ? ഹ്യൂമാനിറ്റിയുടെ തന്നെ ഡെസ്റ്റിനി ചേഞ്ച് ചെയ്തത്. ആ ക്രൂശ് എടുക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നതാണോ? പ്രൈസ് ഗോഡ്. ഇങ്ങനെ പറയുന്നത് നമ്മൾ കേട്ടിട്ടില്ലേ, പാർഷ്യൽ ഒബീഡിയൻസ് ഈസ് ഡിസൊബീഡിയൻസ്. പൂർണ്ണ ഹൃദയത്തോടെ അനുസരിക്കണം, പൂർണ്ണമായി അനുസരിക്കണം. എങ്കിൽ മാത്രമേ ദൈവം നമ്മിൽ പ്രസാദിക്കത്തുള്ളൂ.
ഹാഫ് ഹാർട്ടഡ് അനുസരണം ദൈവത്തിന് ഇഷ്ടമല്ല. ഹാഫ് ഹാർട്ടഡ് ഫെയ്ത്ത് ദൈവത്തിന് ഇഷ്ടമില്ല. ദൈവം നമുക്ക് ഫുൾ ഹാർട്ട് ട്രാൻസ്ഫോർമേഷൻ തരാനാണ്, വലിയ ട്രാൻസ്ഫോർമേഷൻ തരാനാണ് ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് ദൈവത്തിൻ്റെ സന്നിധിയിൽ നമുക്ക് പൂർണ്ണമായിട്ട് സമർപ്പിച്ച് കൊടുക്കാമേ. നമ്മൾ അനുസരണമുള്ളവരായിട്ട് മാത്രം ഇരുന്നാൽ മതി. അങ്ങനെ നമ്മൾ അനുസരണത്തോടെ ആയിരിക്കുമ്പോൾ നമ്മുടെ ദൈവം നമുക്ക് വേണ്ടി എഴുന്നേൽക്കും, പ്രവർത്തിക്കും. നമ്മെക്കുറിച്ചുള്ള ഡിവൈൻ പേർപ്പസ് അവൻ വെളിപ്പെടുത്തും. യേശു കർത്താവ് നമ്മുടെ ജീവിതത്തിൽ കൂടി പ്രവർത്തിക്കും. ആ ലൈഫ് ഓഫ് ഒബീഡിയൻസിന് ഒത്തിരി അർത്ഥമുണ്ട്. നമ്മൾ ഒബീഡിയൻ്റ് ആയിരിക്കുമ്പോൾ നാമും ട്രൂ ഫ്രീഡം അനുഭവിപ്പാൻ തക്കവണ്ണം ഇടയാകും. അങ്ങനെ അനുസരിക്കുന്ന ദൈവപൈതലേ, നീ അമേസിങ് തിങ്സ് ജീവിതത്തിൽ എക്സ്പീരിയൻസ് ചെയ്യുവാൻ തക്കവണ്ണം ഇടയാകട്ടെ. കണ്ണുകളടയ്ക്കാൻ പ്രാർത്ഥിക്കാം. കർത്താവെ, പൂർണ്ണമായിട്ട് ഇതിനെ അനുസരിപ്പാൻ ഞങ്ങളെ സഹായിക്കണമേ. നിറവിൻ്റെ സത്യസന്ധമായൊരു ജീവിതം ജീവിച്ചെടുപ്പാൻ തക്കവണ്ണം ഞങ്ങൾക്ക് കൃപ തരണമേ. ഞങ്ങൾക്ക് ഞങ്ങളുടെ അനുസരണം ഒന്നും മെഷർ ചെയ്യാനായിട്ട് കഴിയില്ല കർത്താവേ. അനുസരണമുള്ള മക്കളായി, നിന്നെ പ്രസാദിപ്പിക്കുന്നവരായി, ദൈവത്തിൻ്റെ ഇൻസ്ട്രക്ഷൻസൊക്കെ ഫുൾഫിൽ ചെയ്ത് ജീവിപ്പാൻ ഞങ്ങളെ സഹായിക്കണമേ. യേശു കർത്താവിൻ്റെ ആ പെർഫെക്റ്റ് ഒബീഡിയൻസ് ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിൽ സഹിച്ചത്, ആ യേശുവിൻ്റെ സാക്രിഫൈസ്, അതൊക്കെ ഓർത്ത് ദൈവസന്നിധിയിൽ പൂർണ്ണ സമർപ്പണത്തോടെ ആയിരിക്കാൻ ഞങ്ങളെ സഹായിക്കണം. പ്രാർത്ഥനയുടെ സ്തോത്രം യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ. പ്രൈസ് ദി ലോർഡ്. ഗോഡ് ബ്ലെസ് യു ഓൾ.